നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇതെന്ന് അറിഞ്ഞിട്ടും പിന്നെ നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയണ എന്തിനാ? വേഗം പണി തുടങ്ങുകയല്ലേ വേണ്ടത്. ഞാൻ ദേ പണി തുടങ്ങിട്ടോ. നിങ്ങൾക്ക് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്തോളൂ കേട്ടോ. വൺ ടൈം ഇതിൻ്റെ ഇലകൾ ഇതേപോലെ ആയപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് വന്ന പോകുമ്പോൾ ഇതേ അവസ്ഥയായി. അപ്പം ഞാൻ എന്തായാലും ഈ മരുന്ന് പ്രയോഗിക്കേണ്ടേ. എന്താ ഇതേപോലത്തെ പ്രശ്നം നിങ്ങൾക്കും ഉണ്ടോ? മരുന്ന് എന്താണെന്ന് അറിയണമല്ലേ? ഒട്ടും വൈകണ്ട, വീഡിയോ കണ്ടോളൂ. ഹായ്, നമ്മൾ സ്വാഭാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാട്ടറിവായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള ചീനിമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഏറ്റവും നല്ലത് ചീനിമുളകാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചീനിമുളകും നമുക്ക് ആവശ്യത്തിന് എത്ര കൊണ്ട് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളിയുടെ മണം എടുക്കണം. എന്താണെന്ന് വെച്ചാലേ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ചെടികൾ, പച്ചമുളക് അതൊക്കെ പുൽച്ചാടി കഴിക്കുക, പിന്നെ ഇല കുരുടിക്കുക, പൂവ് വീണ് പോവുക, ഇതിനൊക്കെ ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ചെയ്തു നോക്കാൻ പോവാണ് കേട്ടോ. വിജയിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവരൊക്കെ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒന്നാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു സ്വല്പം വെള്ളത്തിൽ അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കണം, എന്നാലേ നമുക്കിത് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ മൂടിയിലും ആ ജാറിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് നന്നായി എന്തായാലും മിക്സ് ചെയ്യണം, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട്. അപ്പം പിന്നെ മിക്സിയുടെ ജാറും മൂടിയൊക്കെ നന്നായി വെള്ളം ഒഴിച്ച് ആ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഞെക്കി പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നീരൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ എടുത്തിട്ട് അമർത്തി എടുത്തിട്ടുണ്ട്. നല്ല പച്ച കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്പ്രേ ചെയ്യുമ്പോൾ വരില്ല. അപ്പോൾ ഇച്ചിരി ലൂസാവണം. അത് മാത്രമല്ല അതിൻ്റെ പച്ചമുളകിൻ്റെയും ആ വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു സ്പ്രേ വാങ്ങിച്ചാൽ മതി, അധികം വിലയൊന്നുമില്ല കേട്ടോ. അതിന് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ചീനിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും മതി. വെളുത്തുള്ളിയുടെയും ഈ മുളകിൻ്റെയും ആ സ്മെല്ലുണ്ടല്ലോ നല്ല രീതിയിൽ വേണം കേട്ടോ. അപ്പോഴാണ് അതിന് നല്ല റിസൾട്ട് കിട്ടുകയെന്ന് പറഞ്ഞത്. കണ്ടോ ഈ ചെടി നോക്കി, ഞാനത് വീട്ടിലെ തണൽ മരത്തിന് വേണ്ടി കൊണ്ടുവച്ചതാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ വല്ല ഇലയും കാണുന്നുണ്ടോ? ഒരു ട്രിപ്പ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും പുതിയ കൂമ്പ് വന്നതാട്ടോ. ഒരൊറ്റ ഇലയില്ലാതെ ഫുള്ള് കഴിക്കും. എന്നാൽ പുഴുവാണോ? അല്ല, നമ്മുടെ പച്ച പുൽച്ചാടിയില്ലേ അവനാണ് വന്ന് ഫുള്ളായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയയും കൂടെ ഞാൻ പ്രയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. കഞ്ഞിവെള്ളമൊക്കെ തെളിച്ച് നോക്കിയിട്ടോ തലേദിവസത്തെ, അതിലൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി ഇതും കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നല്ല വെയിലത്ത് തന്നെ തെളിക്കണം. ആ വെള്ളം ആ ഇലയിലിരുന്ന് ഉണങ്ങണം. അപ്പോഴാണ് അവർക്ക് ആ കഴിക്കാൻ വരുമ്പോൾ ആ സ്മെല്ല് എടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ വേഗം തനിയെ പൊക്കോളും, പിന്നെ വരില്ല എന്നാണ് പറഞ്ഞത്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്പ്രേ ചെയ്ത വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്പ്രേ ചെയ്തതിന് ഗുണമില്ലല്ലോ. അപ്പോൾ നല്ല വെയിലത്ത് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ റോസിൻ്റെ ഇലയൊക്കെ കഴിക്കാറുണ്ട് ഇടയ്ക്ക് വന്നിട്ട്. ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ പോയിട്ടുണ്ടായിരുന്ന ഇല ഇപ്പം രണ്ടാമത് വെട്ടി കളഞ്ഞപ്പോൾ ഇതിനൊക്കെ കേട്ടോ. പക്ഷെ ആ ചെടി മാത്രം വിട്ടില്ല. അതിൻ്റെ മുകളിൽ ഇപ്പോഴും വന്ന് കഴിച്ചുകൊണ്ടിരിക്കുക പുൽച്ചാടി. പിന്നെ നമ്മളുടെ ബാക്കിലുള്ളത് പച്ചമുളക്, അതൊക്കെ ഇല കുരുടിച്ച് പോവാണ്. നിറയെ പച്ചമുളക് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ എല്ലാ ഇലയും പഴുത്ത് കുരുടിച്ച് പോവുക. അതേപോലെ തന്നെ പൂവുണ്ടാവുക, കൊഴിഞ്ഞു പോവുക, കൂമ്പ് വരണതൊക്കെ ഇങ്ങനെ ശോഷിച്ചിങ്ങനെ നിൽക്കുക. അപ്പം അതിൻ്റെ മുകളിലൊക്കെ നന്നായി തെളിച്ച് കൊടുക്കുക. ഇനി നമ്മളെ വീട്ടിലുള്ള എന്തിനാണെങ്കിലും കേട്ടോ, വെജിറ്റബിൾസ് ആണെങ്കിലും എന്താണെങ്കിലും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ തെളിച്ച് കൊടുക്കുക. ഇതിന് നിറയെ പച്ചമുളകും പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇല കൂമ്പ് വരുന്നത് ഒരു ചെറിയ മുരടിപ്പുണ്ട്. അതേപോലെ തന്നെ പൂവ് ഇടയ്ക്ക് കൊഴിഞ്ഞു പോകുന്നുമുണ്ട്. നിറയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടെ ഒന്ന് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇതെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനും നമ്മൾ ഇരുന്ന് സമയം കളയുന്ന ഞാൻ എൻ്റെ പണി തുടങ്ങിട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ട്രൈ ചെയ്തതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം നല്ലൊരു റിസൾട്ട് ആയിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.